ന്യൂസ് ടുഡേ കേരളം തിരുവനന്തപുരത്തെ കുറവങ്കോണം ലൈനിലാണ് നിൽക്കുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചൂടിനോടൊപ്പം തന്നെ ജീവിതപാതയിലുള്ള ചൂടും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു കാഴ്ചയാണ് ന്യൂസ് ടുഡേ കേരളം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഹലോ. അപ്പോ എത്ര മണിക്കാണ് ഇവിടെ ആരംഭിക്കുന്നത്? അതുപോലെ 5 to 5:30. 9:30 ക്ലോസ് ചെയ്യും. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഇതെങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്? ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. ഇത് കീച്ചേന് ഫ്ലവർ ഇതപ്പോ വീട്ടിൽ നിന്ന് ചെയ്തപ്പോഴത്തേക്ക് മക്കൾ തന്നെ പറഞ്ഞു അതൊന്ന് ഇതാക്കാൻ വേണ്ടി ഒരു പ്രൊമോഷൻ ഇട്ട് തന്നതാ. കുഴപ്പമില്ല. പിന്നെ ന്യൂ ഇയറിന് സ്റ്റാർട്ട് ചെയ്താ. ന്യൂ ഇയറിന് കനകുന്നിൽ സ്റ്റോൾട്ടായിരുന്നു, നല്ല വിജയമായിരുന്നു. പിന്നെ തൊഴുവങ്കോട് ക്ഷേത്രത്തിൽ ഇട്ടിരുന്നു, അതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആറ്റുവേല അങ്ങനെ ഇപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് ഇട്ടിരിക്കുന്നു. എവിടെയാണ് താമസം? ഇവിടെ തന്നെയാണോ? മണ്ഡലം തന്നെയാണ്. എവിടെയാ? വട്ടിയൂർക്കാവ് മണ്ഡലം തന്നെയാണോ? വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയില്ല, പാളയം. പേര്? എൻ്റെ ഷീജ ഖുറേഷ. പിന്നെ ഇതിനു മുമ്പ് ഇത് തന്നെയാണോ മെയിൻ വർക്ക്? അത് ഇതിനു മുമ്പ് മറ്റെന്തെങ്കിലും വർക്കുകൾ ചെയ്ത്? ഞാൻ ഇവിടെ അല്ലായിരുന്നു, അബ്രോഡ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ബ്യൂട്ടീഷ്യനാണ്. പിന്നെ ഇപ്പൊ അതൊക്കെ മടുത്തോണ്ട് ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ക്രാഫ്റ്റ് വർക്ക് പണ്ടേ എനിക്ക് ഇഷ്ടമുള്ള വർക്ക്. അപ്പൊ അതിലോട്ട് ടൈം പാസ്സായിട്ട് നിർത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നുണ്ട്. നല്ല ഇതുണ്ട്. കാരണം ഇതൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇതായുണ്ട്. ഇത് എടുത്ത് പരിചയപ്പെടുത്താം കേട്ടോ. ഓരോ സാധനവും എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പരിചയപ്പെടുത്താം. ഓക്കെ, തീർച്ചയായിട്ടും. ഇത് പൈപ്പ് ക്ലീനർ ചെയ്യുന്നതാണ്. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഇതൊക്കെ. കീ ചെയിന് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഈ ബ്രേസ്ലെറ്റ് ഇത് ചെയ്യുന്നു. ഇപ്പോൾ അതുകൊണ്ട് പെർഫ്യൂമിൻ്റെ ഇപ്പൊ പുതിയതായിട്ട് ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ട്. ട്രെൻഡിങ് ആയിട്ടുള്ള മുല്ലപ്പൂവിൻ്റെയാണ്, പെർഫ്യൂമിൻ്റാണ്. സ്മെല്ല് ചെയ്തൊക്കെ കുറെ നാൾ നിൽക്കും കേട്ടോ. അത് കുഴപ്പമില്ല. ഇതിപ്പോ അത് പിന്നെ ഈ ബാഗൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബാഗ്, പൗച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. സാധാരണക്കാർക്ക് വാങ്ങാവുന്ന വില? ഇത് ഹോൾസെയിൽ റേറ്റ് അല്ല, സോറി, ഓൺലൈനിൽ ഇത് 150 250 തൊട്ടുണ്ട്. ഞാനിത് ചെറിയ പോട്ടിലുള്ളത് 100 കൊടുക്കുന്നത്. ഹോൾസെയിൽ ഏകദേശം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നില്ല. ഇത് 250 150. വലിയ പോട്ടിലുള്ള ഇതൊക്കെ 150. പിന്നെ കീച്ചയിൽ അബ്രോഡ് പ്രൈസ് ആണ്. 50 തൊട്ടുണ്ട്. ഇതൊക്കെ 50 ആണ്. ഇതൊക്കെ ചെയ്യുന്നതാണ്. ഇത് 50. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള, എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതുപോലത്തെ കീച്ചൻ ഉണ്ടല്ലോ, ഇതുപോലത്തെ ബാഗിന്റെ കീച്ചൻ മാത്രം ഞാൻ 100 കൊടുക്കുക. അത് 150 200 250 ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് മാത്രം. ഇത് കുറച്ച് വർക്ക് ഉണ്ടല്ലേ? ടൈം എടുക്കും, കുറെ ടൈം എടുക്കും. ഇതെന്താണ് പ്രത്യേകത? അത് ഇന്ന് പെരുന്നാളല്ലേ, എൻ്റെ കബ ഉണ്ടല്ലോ. അപ്പൊ അതിൻ്റെതായിട്ട് ഞാൻ ഇന്ന് ഇതിന് വേണ്ടിയിട്ട് പെരുന്നാളായിട്ട് ഞാൻ ചെയ്തതാണിത്. ആരെങ്കിലും ഓർഡർ തന്നതാണോ? എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നത്, പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചേ ഉള്ളൂ. ആരെങ്കിലും എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്നുള്ളത്. ഇതെല്ലാം തന്നെ പിന്നെ ഇതുണ്ട്. പിന്നെ ഇത് ആന്റി ടാർണിഷിന്റെ, കൂടുതലും എനിക്ക് ആന്റി ടാർണിഷിന്റെ ഓർണമെന്റ്സ് ആണ്. അത് 2 years വരെ അവർ പറയുന്നുണ്ട്, ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും. വെളിച്ചം ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നല്ല വെളിച്ചമുള്ള ഇതുണ്ട്. എങ്ങനെയുണ്ട് ബിസിനസ് പോകുന്ന ആൾക്കാരുടെ ഒരു സമീപനം? അടിപൊളിയുണ്ട് എല്ലാവർക്കും. പക്ഷെ ഇത് അവർക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളതുകൊണ്ട് ഇവർക്ക് ഇത് കുറെ കൗതുകം, രസകരമായിട്ടുള്ള ചെറിയ കൊച്ചുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും അല്ലേ? ഇതൊക്കെ അങ്ങോട്ട് വാങ്ങി വെക്കാനായിട്ടൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ക്ലിപ്പൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികൾക്കുള്ള ക്ലിപ്പ്. ഇതുപോലത്തെ വിലയൊക്കെ എങ്ങനെയാ? ഇതൊക്കെ 15 രൂപയുള്ളൂ ഒരു പാക്കറ്റ്. 15. ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ? തീർച്ചയായും. ഇതൊക്കെ 55. നമ്മൾ പിന്നെ 55 എന്ന് പറഞ്ഞാലും കാണുമ്പോൾ ഞങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് എനിക്ക് കസ്റ്റമർ ഓൾമോസ്റ്റ് ഉണ്ട്. അത് സ്ഥിരം കസ്റ്റമേഴ്സ് ആരെങ്കിലും അങ്ങനെ? സ്ഥിരം കസ്റ്റമർ ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ പുതിയതായിട്ട് ഇവിടെ പോകുന്നവരൊക്കെ വണ്ടി നിർത്തി നോക്കാറുണ്ട്, വാങ്ങിക്കാറുണ്ട്. വളരെ സന്തോഷകരമാണ്. കുറെ നാളുണ്ടാവും നാട്ടിലുണ്ടാവും? ഞാൻ കുറച്ചാളുണ്ടാവും. യുദ്ധത്തിന്റെ ഇത് കഴിയുമ്പോൾ തിരിച്ച് പോകണം എന്നുള്ളൊരിത് എനിക്ക്.
അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്പൺ ചെയ്യുന്നത്? ഷോപ്പ് എടുക്കുമ്പോൾ കുറച്ചൊരു ടെൻഷനാണ് ഞങ്ങൾക്ക്. കാരണം റെന്റ് കൊടുക്കണം, പിന്നെ സാലറി കൊടുക്കണം, പിന്നെ അതുപോലെ നമുക്ക് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ബിസിനസ് നടക്കും. ലാഭമായാലും നഷ്ടമായാലും നമ്മൾ തന്നെ സഹിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്നത്. പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് മാത്രമല്ല, എനിക്ക് വേറൊരു സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ രാത്രി 9:30 മണി വരെ ഇരിക്കുന്നില്ലേ? ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ കസ്റ്റമർ ഉണ്ടെങ്കിൽ 10 മണി വരെ ഇരിക്കും. പിന്നെ വീട്ടിൽ പോയിട്ട് എല്ലാം ഒന്ന് ആയിരുന്നു ഫ്രഷായി കുളിച്ചിട്ട് വീണ്ടും ഇരിക്കും. ഈ ഫ്ലവറൊക്കെ പെട്ടെന്ന് തീരും എനിക്ക് രാത്രി ആകുമ്പോഴത്തേക്ക്. ഇപ്പൊ വീണ്ടും അതിന്റെ ഓർഡർ ഉണ്ടാവും. പിന്നെ അത് മോർണിംഗ് 5 o'clock വരെ ഇരിക്കും. പിന്നെ ഞാൻ ഉച്ചവരെ കിടന്ന് ഉറങ്ങും. അത് ഭയങ്കര എനിക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. കാരണം രാത്രികൾ നമുക്കും കൂടി അവകാശപ്പെട്ടതാണല്ലോ. അതുകൂടി അതുപോലെ തന്നെ എനിക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു കൊയറ്റായിരിക്കും. നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല മൂഡായിരിക്കും. വിദേശത്തായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വിദേശത്തും ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഫ്ലവറിന്റെ അല്ലായിരുന്നു, ജ്വല്ലറി മേക്കിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് മാല, കമ്മൽ ഇതൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ വെച്ച്. നന്നായിട്ട് പോയിരുന്നു. കുഴപ്പമില്ലാതെ പോയിരുന്നു. പിന്നെ അതിന്റെ കൂടെ ജോലി ടൈമിങ് വ്യത്യാസം ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ട് എന്നാലും ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഈ ക്രാഫ്റ്റ് വർക്കും ജ്വല്ലറി മേക്കിങ്ങും ഇതൊക്കെ. ഓൺലൈനിൽ എല്ലാത്തരം സാധനങ്ങളും ഉണ്ട്. ഓൺലൈനിൽ ഞാൻ ഇപ്പൊ മുല്ലപ്പൂവിന്റെ ട്രെൻഡിങ് അല്ലേ, അപ്പൊ അതിന്റെ കുറച്ച് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഇവിടെ കൊണ്ട് വെച്ചിട്ടില്ല ഞാനിപ്പോ വിഷു ഒക്കെ ആകുമ്പോഴത്തേക്ക് അപ്പൊ അതിന്റെ സെയിലും കൂടി സ്റ്റാർട്ട് ചെയ്യും. ഓരോ സീസൺ ആകുമ്പോൾ ഓരോ ആഘോഷങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ചില സംഭാവനകളും ഉണ്ട്. വളരെ സന്തോഷം. നല്ല ഭംഗിയുണ്ട്, കാണാനും ഭംഗിയുണ്ട്. കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് വണ്ടി നിർത്തിനെ നോക്കി അവർ ചോദിക്കും, വിലയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് വില പറയുമ്പോഴത്തേക്ക്. സാധാരണ പുറത്തൊക്കെ ആണെങ്കിൽ നല്ല റേറ്റാണ്. ആന്റി ടാർണിഷിന്റെ ഒക്കെ ഇത് നല്ല ഒറിജിനൽ സാധനങ്ങളാണ്. പക്ഷെ അവര് പുറത്ത് പറയുന്നത് നല്ല റേറ്റ് ഉണ്ടല്ലോ, 450 ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അത്രയൊന്നും ഇല്ല, നമുക്ക് അത് നമ്മൾ വലിയ ലാഭം എടുക്കാതെ നമ്മുടെ കസ്റ്റമർ ഹാപ്പി, അതാണ് നമ്മൾ നോക്കുന്നത്. അത്രയേ ഉള്ളൂ. സ്വന്തമായിട്ട് ഒരു സന്തോഷം അല്ലേ? നമ്മളൊരു കസ്റ്റമർ ഒരു സാധനം എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. പിന്നെ അവർ തന്നെ കുറെ കസ്റ്റമർ നമുക്ക് തരുന്നുണ്ട്. എങ്ങനെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ്. മക്കളൊക്കെ നല്ല സപ്പോർട്ടാണ്. ഒരു കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്. കാരണം എനിക്ക് പണ്ടേ എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ വെറുതെ ഇരിക്കുന്ന സ്വഭാവം എനിക്കില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. നമ്മുടെ സ്ത്രീകളോടൊക്കെ ഇതൊരു മാർച്ച് മാസമാണ്, അന്താരാഷ്ട്ര വനിതാ ദിനമൊക്കെ നടന്നു പോകുന്ന ഒരു മാസം കൂടിയാണ്. അങ്ങനെ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ഒരു അഭിപ്രായം അല്ലെ ഒരു നിർദ്ദേശം എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഇതിനെ കുറിച്ചല്ല, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്ത് പറയാനുണ്ട്? നമ്മളിപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനേക്കാളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഇതിന് ഇറങ്ങുന്നുണ്ട്. സ്വയം പര്യാപ്തത കൈവരിക്കുന്നുണ്ട്. ഹാൻഡിക്രാഫ്റ്റിന്റെ എന്തായാലും വീട്ടിൽ നിന്ന് പലതും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ സ്ത്രീകൾക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ സെയിൽ ചെയ്യാൻ പറ്റും. ഓൺലൈൻ വഴി ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും. ഇതിന് വലിയ പ്രൈസ് ഒന്നുമില്ല. സാധനങ്ങൾക്കൊക്കെ നമുക്ക് ഹോൾസെയിൽ റേറ്റിനൊക്കെ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ ചാലിക്കത്ത് നിന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ അത് ഹോൾസെയിൽ റേറ്റിന് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് എന്തെങ്കിലും ലാഭം നോക്കിയിട്ട് കൊടുക്കണം. നല്ല ബിസിനസ് ആയത്. കുറച്ച് സമയമല്ലേ എടുക്കുന്നുള്ളൂ അല്ലേ? 5 മണിക്ക് വന്നിട്ട് 8 മണി വരെ ഇരിക്കും അല്ലേ? വന്നാലും എല്ലാം സെറ്റ് ചെയ്തൊരു 5:30 ആവും. പിന്നെ 9:30 ആകുമ്പോഴത്തേക്ക് പാക്ക് ചെയ്യും. അപ്പോഴിങ്ങനെ കസ്റ്റമറൊക്കെ ആവും. ഞാൻ ഹാപ്പിയാവും, കസ്റ്റമർ ഹാപ്പിയാവും. അപ്പൊ ഞങ്ങളെ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ. നല്ല കച്ചവടം ചെയ്ത്. താങ്ക് യു.